ഹലോ, ഇന്ന് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ഒരു പേപ്പർ സ്റ്റിഫാണ്. അപ്പോൾ അതിൽ വെട്ടുന്നതിന് മുമ്പായിട്ട് ഞാനൊരു പേപ്പറിലോട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്, എന്നിട്ടാണ് നമ്മൾ പേപ്പർ സ്റ്റിഫിലോട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 2.5 ഇഞ്ച് കഴുത്ത് അകലവും ഇറക്കം ഒരു 6 ഇഞ്ചും അടയാളപ്പെടുത്തി ഇതുപോലെ ഒരു ബോക്സ് വരയ്ക്കണേ. പേപ്പർ സ്റ്റിപ്പെന്ന് ഞാൻ പറഞ്ഞത് ക്യാൻവാസിനെയാണ്. അങ്ങനെ നമ്മുടെ ആ ഒരു ബോക്സ് വരച്ചതിന് ശേഷം നമ്മൾ ഈ ഇറക്കത്തിൻ്റെ ഭാഗത്ത് ഒരു 5 ഇഞ്ച് ഇറക്കി ഒന്ന് മാർക്ക് ചെയ്യണേ. നമ്മളെടുത്ത 6 ഇഞ്ചിന് ഒന്ന് ഭാഗിച്ച് നമ്മളൊരു 5 ഇഞ്ച് അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ ഒരു 4 ഇഞ്ച് കൂടി ഒന്ന് അടയാളപ്പെടുത്തണേ. ആ 5 ഇഞ്ചിനകത്തൂടെയാണ് നമ്മൾ ഈ ഒരു 4 ഇഞ്ചിലേക്ക് ഇങ്ങനെ ചരിച്ച് വരച്ചെടുക്കുന്നത്. അത് കറക്റ്റായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. പിന്നെ നമ്മൾ 2.5 ഇഞ്ചിലേക്ക് ഞാൻ ഈ 4 ഇഞ്ച് വരച്ചത് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് കഴുത്തിൻ്റെത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആ ഒരു സ്കാലപ്പ് നമുക്കൊന്ന് വരച്ചെടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ 1/2 ഇഞ്ച് 3/4 ഇഞ്ച് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രീ ഹാൻഡിലാണ് ഇത് വരയ്ക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരച്ചെടുക്കാം. വലിയ സ്കാലപ്പായിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആ ഒരു രീതിയിൽ ചെറുതായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്രീ ഹാൻഡിൽ ഞാനൊന്ന് വരച്ചെടുക്കുവാണ്. ഞാൻ അടയാളപ്പെടുത്തിയ ജോയിൻറ്റുകൾ അതെല്ലാം ഒന്ന് ജോയിൻ്റ് ആക്കി ഒന്ന് വരച്ചെടുക്കുവാണ്. അപ്പോൾ അതാ ഇതുപോലെയാണ് നമുക്ക് ആ ഒരു നെക്കിൻ്റെ പാറ്റേൺ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നമ്മൾ സ്റ്റിപ്പിനകത്തോട്ട് ഇത് വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ കഴുത്തിൻ്റെ പാറ്റേൺ റെഡിയായി. ഇനി നമുക്കിതൊന്ന് തുണിയിലേക്ക് വെച്ച് അയൺ ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മൾ സാധാ കഴുത്തൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു പേപ്പർ ക്യാൻവാസ് നമ്മൾ തുണിയിലേക്ക് വെച്ചൊന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതുപോലെയാണ് അയൺ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ എല്ലാ സൈഡും നമ്മളൊന്ന് മടക്കി അകത്തേക്ക് വെച്ചൊന്ന് തയ്ച്ചെടുക്കേണ്ടതുകൊണ്ട് ഞാനിവിടെ അത് കാണിച്ചിട്ടില്ല. ഇനി ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് നമുക്കൊരു നോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. അതുപോലെ നമ്മൾ ആ പേപ്പർ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്ത ഭാഗത്ത് നമ്മൾ അതുപോലെ തന്നെ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് ഇതിൽ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കണേ. എന്നിട്ട് നമുക്ക് അതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് 2 ഭാഗവും ഒരുപോലെ തന്നെ സെൻറ്ററിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതുപോലെ തന്നെ ഒന്ന് ആ സ്കാലപ്പിലൂടെ ഒന്ന് സൂക്ഷിച്ച് പതുക്കെ പതുക്കെ നമുക്കൊന്ന് തയ്ച്ചെടുക്കാവേ. നിർത്തി വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ മെഷീനിലൊക്കെ സ്പീഡ് കൂടുതലായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് ഫാസ്റ്റായിട്ട് മൂവ് ആവും. അപ്പോൾ അതിന് നമ്മൾ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പതുക്കെ വേണമെന്ന് സ്റ്റിച്ചാക്കി എടുക്കാൻ സൂക്ഷിച്ചിട്ട്. അന്നേരം നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും ഈ ഒരു നെക്ക്. അതിൻ്റെ ഷേപ്പൊന്നും മാറിപ്പോവാതെ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ നമുക്ക് കിട്ടുമേ. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത വശവും നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ ബാക്ക് പീസിൽ കട്ട് ചെയ്തെടുക്കുമ്പോഴും നമ്മൾ 2.5 ഇഞ്ച് ആ ഒരു അകലമേ എടുക്കത്തുള്ളൂ. ഇത് നമ്മൾ വെട്ടിയതുപോലെ തന്നെ വെട്ടിയെടുക്കത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ കഴുത്ത് അകലവും ഇറക്കവും ഒക്കെ നമുക്ക് വലുതാക്കിയും ചെറുതാക്കിയും ഒക്കെ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നെക്കിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്കെങ്ങനെ ആവശ്യം അതുപോലെ നമുക്ക് വൈഡാക്കിയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പം ഞാനൊരു ഏകദേശം ഒരു മലന്ന് പോകാത്ത രീതിയിൽ നോർമൽ ഒരു അളവിലാണ് ഇത് പറയുന്നത്. ഇനി നമുക്കിതാ ഈ ഇവിടെ വല്ല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. അത് തിരിച്ച് ഇടുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചെറിയ കട്ടിങ്സ് നമുക്ക് ഇവിടെ ഇങ്ങനെ കൊടുത്തെടുക്കാം. അപ്പോൾ ആ കോർണർ വശമൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരുപാട് അങ്ങ് കൂർത്ത് നിൽക്കുന്ന സംഭവങ്ങളൊന്നും കൊണ്ട് നമ്മളിതിനെ തിരിച്ചിടാൻ നോക്കരുത്. ചിലപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭാഗം അഴിഞ്ഞു പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ഉരുണ്ട പ്രതലമുള്ള ഒരു ഭാഗം കൊണ്ടാണ് നമ്മളുടെ ആ ഒരു B7000 പശയുടെ ആ ഒരു അടപ്പിനകത്ത് വരുന്ന നീഡിൽ പോലെ ഇരിക്കുന്ന ആ ഒരു വശം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഒന്ന് അത്ര അങ്ങ് ഷാർപ്പല്ലാത്ത എഡ്ജുള്ള ഇത് കൊണ്ടിട്ടാണ് ഞാനിത് തിരിച്ചിടുന്നത്. അപ്പം നമ്മുടെ കഴുത്ത് നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പതിച്ച് അടിച്ചുകൂടി എടുക്കണേ. അപ്പം നമ്മുടെ കഴുത്തിൻ്റെ ഫൈനൽ ലുക്ക് റെഡിയാവുമേ. പിന്നെ അതിലവരൊരു ലേസ് കൂടി ആ ഒരു നമ്മുടെ ആം ഹോളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനതിവിടെ കൊടുത്തിട്ടില്ലേ.
അങ്ങനെ ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഈ ഒരു നെക്കിൻ്റെ പാറ്റേൺ മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ പാറ്റേൺ വരുന്നത്. ഇനി നമുക്കിത് സൂക്ഷിച്ച് തന്നെ ഇതിൻ്റെ ആ ഒരു സ്കാലപ്പ് വരുന്ന ഭാഗം നമുക്ക് നീറ്റായിട്ടൊന്ന് തയ്ച്ചെടുക്കണം. അത് നമ്മൾ നിർത്തി വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല നീറ്റായിട്ട് നമ്മുടെ നെക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നെക്ക് പാറ്റേൺ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.